വീട്ടിലെ ഊണ് നിങ്ങൾ കഴിക്കാറുണ്ടോ? എന്താണ് വീട്ടിലെ ഊണ്? ഒരമ്മയുടെ സ്നേഹോജ്ജലമായ പരിചരണം, സ്വന്തം മകൻ്റെ വയറ് തടവിക്കൊണ്ട്, എൻ്റെ മകൻ്റെ വയറ് നിറഞ്ഞില്ല എന്ന് സങ്കടപ്പെട്ടുകൊണ്ട്, വയറ് നിറയോളം രുചികരമായ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് സ്വന്തം മകനെ കഴിപ്പിക്കുന്ന ആ സ്നേഹമായ പരിചരണം, അതാണ് വീട്ടിലെ ഊണ് അല്ലേ? അതാണ് വീട്ടിലെ ഊണ്. നന്നായി കഴിക്കേട്ടാ, ഉപ്പുണ്ടെന്നൊക്കെ നോക്കട്ടെ, നടത്തി ഉണ്ണേട്ടാ. മതി പറയില്ല നമുക്കളെ, മതിയേ? കുറച്ചും കൂടി ആയിക്കോട്ടെ, നന്നായിട്ട് കഴിക്കാം. നീ എന്താ വേണ്ടത്? കൈയെടുക്കുമേ. അതാണ് വീട്ടിലെ ഊണ്. നോക്കൂ, ഇവിടെ വീട്ടിലെ ഊൺ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീട്ടിൽ ഒരു മെസ്സ് നടത്തുന്ന, അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ഹോട്ടൽ നടത്തുന്ന ഒരു പാവം പിടിച്ച ഒരമ്മ, സ്നേഹം തുളുമ്പുന്ന ഒരമ്മ. നോക്കൂ, എത്ര സന്തോഷത്തോടു കൂടിയാണ് അവർ ഈ മനുഷ്യന് ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നത്. ഇവിടെ ഈ ഭക്ഷണം വിളമ്പിക്കൊടുക്കുമ്പോൾ ഇവരുടെ മുഖത്തിൻ്റെ പ്രസാദം കാണുമ്പോൾ നമുക്കറിയാം, വീട്ടിലെ സ്വന്തം അമ്മയുടെ സ്നേഹോജ്ജലമായ ആ പരിചരണം നമുക്കിവിടെ കിട്ടുന്നില്ലേ എന്ന് നമുക്ക് തോന്നൽ. ഇതാണ് വീട്ടിലെ ഊണ്. എത്ര സന്തോഷത്തോടു കൂടിയാണ് ഈ അമ്മ സ്വന്തം മകന് ചോറ് വിളമ്പിക്കൊടുക്കുന്നത് പോലെ, അവനെ ഊട്ടുന്നത് പോലെ, എത്ര സുന്ദരമായിട്ടാണ് ഈ പരിചരണം. ഒരമ്മയ്ക്ക് ഒരു മകൻ എന്നാൽ എല്ലാമാണ്. പക്ഷേ തിരിച്ചു മക്കൾ അങ്ങനെ ചെയ്യുന്നത് അപൂർവമാണ്. സ്വന്തം കാര്യങ്ങളിൽ സ്വാർത്ഥത വരിച്ചുകൊണ്ട് സ്വന്തം പെറ്റമ്മയെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് കരുണയില്ലാത്ത മനുഷ്യരുടെ ചുറ്റുമാണ് നമ്മൾ ജീവിക്കുന്നത്. വാർദ്ധക്യത്തിൽ പെറ്റമ്മമാരെ അനാഥാശ്രമത്തിലേക്ക് തള്ളുന്ന കരുണയില്ലാത്ത മക്കളെ, നിങ്ങൾ സ്വന്തം അമ്മയുടെ വില ഇന്നല്ലെങ്കിൽ നിങ്ങൾ നാളെ മനസ്സിലാക്കും. അത് നിങ്ങൾക്ക് പ്രകൃതി തന്ന ശിക്ഷയാണ്.